गेट रेडी भगवान तेरी माया। ഒരു സിനിമയിൽ ഞാൻ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു, അഡ്വാൻസ് കൊടുത്ത്. അന്ന് എനിക്ക് അഡ്വാൻസ് തരുന്ന സമയമല്ല, അപ്പം അഡ്വാൻസ് ഞാൻ വാങ്ങിക്കുന്നു. കണ്ണപ്പാ ജബ്ബാറെ, കാറിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ എടുത്തുണ്ടോ? 1 കോടിയുടെ ഒറ്റ കെട്ടാ എടുത്തുണ്ട് വാടോ, കെട്ട് പൊട്ടിക്കാം. ഓ എനിക്കിപ്പോ ഒന്നും വേണ്ട. പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു AC റൂമെന്ന് എനിക്ക് തന്നു. ഞാൻ ഈ AC റൂമെന്ന് അന്ന് എനിക്ക് അനുഭവിച്ച് കിട്ടിയ സമയമല്ലായിരുന്നു. ഞാൻ വേറൊരു വന്ന് ചോദിക്കുന്നു, സാർ ആഹാരം എന്താ വേണം? കരിമീൻ പൊള്ളിച്ചതും അതും ഇതെല്ലാം ആയിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ അത് വരുന്നു. ഒരു പൈൻ്റെ മദ്യവും ഉണ്ട്. അതും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ട്രീറ്റ് ആണ്. എതുക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും, കഥ അടക്കല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ. തുളസി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി. കഥ ഇറങ്ങി ഇങ്ങനെ വന്നു. കൊച്ചു കെള്ളി ഉച്ചമയക്കത്തിലാണല്ലേ, ഞാൻ മയക്കിത്തരാം. ഞാൻ ചരിഞ്ഞ് കിടക്കുക, എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. ഇത് തന്നെ പതുക്കെ തടവാൻ തുടങ്ങി. അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്ന്. തൂലികാ സൗഹൃദത്തിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു ചരക്കിന് കത്തെഴുതിയില്ലേ, ആ ചരക്കാണ് ഈ നിൽക്കുന്ന ചരക്ക്. അങ്ങേരുടനെ പോയി ലൈറ്റ് ഇട്ട് ആരാ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലം തുളസി. നീയാണോ കൊല്ലം തുളസി? ഇതാണോ താൻ പറഞ്ഞ തുളസി? താഴെ 105 കൊണ്ടിട്ട് പിടിച്ച് കൊണ്ടിട്ടേക്ക് കൊല്ലം തുളസിയാണെന്ന് പറഞ്ഞു. എന്റെ തൂലികാ നാമം കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നീയൊക്കെ കൂടി എനിക്ക് കത്തെഴുതിയത്.